അവനിയിലാദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നുഹിതത്തിനായി വരേണം. ആചാര്യ സ്വാമികളുടെ അഥവാ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ശ്രേഷ്ഠമായ കൃതിയിലെ ഒരു ശ്ലോകമാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ടതും ഇത് തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ഈ കാണുന്ന സർവചരാചരങ്ങളിലും പക്ഷികളിലും മൃഗങ്ങളിലും എന്നുവേണ്ട മനുഷ്യരിലും സർവ്വതിലും കുടികൊള്ളുന്നത് ഒരേ ബ്രഹ്മം തന്നെയാണ്. കാണപ്പെടുന്നതായ ദേഹത്തിന് വൈവിധ്യങ്ങളോ നിറങ്ങളോ നിറത്തിൻ്റെയോ ആകൃതിയുടെയോ രൂപത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഉള്ളിലുള്ളതായ ആ ജീവാത്മാവ് അല്ലെങ്കിൽ ദേഹി ഒന്ന് തന്നെയാണ്. യാതൊരു വിധമായ മാറ്റമില്ല. ഈശ്വരൻ പലതില്ല, അല്ലെങ്കിൽ ദൈവം പലതില്ല, ഒന്നേ ഉള്ളൂ എന്നും ആ ദൈവം കുടികൊള്ളുന്ന അകത്തും പുറത്തും എന്നത് വേണ്ട അഖണ്ഡനും അദ്വൈതനും അചിന്ത്യനുമായി കുടികൊള്ളുന്ന ആ ഈശ്വരന് യാതൊരു വിധമായ ഭേദവും തൻ്റെ സൃഷ്ടികളില്ല എന്നും സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകം. അവൻ ഇവൻ, അവൻ ഇന്ന ജാതിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിയാണ്, ഞാൻ ഇന്ന മതമാണ്, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, ഇന്ന ഭാഷയും വേഷവും ഒക്കെ ധരിച്ചിട്ടുള്ളവനാണ്, ഭാഷ സംസാരിക്കുന്നവനാണ് എന്നിങ്ങനെ വേർതിരിവോടുകൂടി നാം കാണുന്നതായ പലരെയും നാം എന്തു ചെയ്യുന്നു? പലപ്പോഴും വേർചിന്തകളോടുകൂടി സമീപിക്കുന്നു. ഇത് പലപ്പോഴും അകലങ്ങൾ കൂട്ടാനല്ലാതെ അടുപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഗുരുദേവൻ പറയുന്നു, അവൻ ഇവൻ എന്നതൊക്കെ ഓർത്താൽ, അവനെന്നും ഇവനെന്നും, അല്ലെങ്കിൽ ചണ്ടാളനെന്നും നായരെന്നും ബ്രാഹ്മണനെന്നും നമ്പൂതിരിയെന്നും പുലയനെന്നും ഈഴവനെന്നുമൊക്കെ, അല്ലെങ്കിൽ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഏത് പേരിൽ വിളിച്ച് മാറ്റിയിരുത്തപ്പെടുന്നു അവരെല്ലാം ഓർത്താൽ അവനിയിൽ, ഈ ഭൂമിയിൽ ആത്മസ്വരൂപം, ആദിമമായ ഒരു ആത്മസ്വരൂപം തന്നെയാണ്. ഒരേ ഈശ്വരൻ്റെ, ഒരേ ദൈവത്തിൻ്റെ തന്നെ അംശം തന്നെയാണ്, ബ്രഹ്മാംശം തന്നെയാണ്. അതില്ലെങ്കിൽ ഞാനില്ല. ഞാനെന്ന് പറയുന്നത് കേവലം ശരീരമല്ല, ആ ശരീരത്തെ നിലനിർത്തുന്ന, ശബ്ദിപ്പിക്കുന്ന, കേൾപ്പിക്കുന്ന, കാഴ്ചയായി മാറുന്ന ആ ചൈതന്യമാണ്. അതിനെയാണ് ആത്മാവെന്നോ ബ്രഹ്മമെന്നോ ഒക്കെ പറയുന്നത്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ, അവനവൻ ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്നവ അപരന് ഹിതത്തിനായി